and Na. Yes, half into Nb minus Na. Yes, അബിയ ബോണ്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അബിയ അബിയ സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ? സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മരിയ, ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. യെസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയുന്നു. ആൻമരിയ, എങ്ങനെയാ മാഗ്നറ്റിക് ബിഹേവിയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ച് നമ്മൾ പറയുന്നത്? മാഗ്നറ്റിക് ബിഹേവിയർ രണ്ട് ടൈപ്പ് മാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിസും. അതിൽ ഡയാമാഗ്നറ്റിസം ആണെങ്കിൽ അതിൻ്റെ അകത്ത് പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്കും, അൺപെയർ ആയിട്ടുള്ളതാണെങ്കിൽ പാരാമാഗ്നറ്റിക്. യെസ്, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. യെസ്, ആര്യ, എന്ത് ഈ പാരാമാഗ്നറ്റിക് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആര്യ, പാരാമാഗ്നറ്റിക് സ്പീഷീസും ഡയാമാഗ്നറ്റിക് സ്പീഷീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പെയർഡ് വെച്ചിട്ട് പാരയാണോ, അൺപെയർഡ് ആണെങ്കിൽ ഡയ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോറി, പെയർഡ് ആണെങ്കിൽ ഡയയും അൺപെയർഡ് ആണെങ്കിൽ പാരയാണെന്നുള്ള കാര്യം അറിയാം. എന്താണ് ഈ പാരാമാഗ്നറ്റിക് സ്പീഷീസ് എന്നല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് സ്പീഷീസ് അറിയാമോ? ഭീമനവാസ്, റിപ്പൽ ചെയ്യണത് ഡയാമാഗ്നറ്റിക്, അട്രാക്ട് ചെയ്യണത് പാരാമാഗ്നറ്റിക്. യെസ്, വീക്ക്ലി അട്രാക്ട് റിപ്പൽഡ് ബൈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, ആൻഡ് അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ദേ ആർ പാരാമാഗ്നറ്റിക്. ഓക്കെ, പാരാമാഗ്നറ്റിക്. യെസ്. Then Ishara, what is hydrogen bonding? Hydrogen bond, it is the force of attraction. It is the force of attraction which bind hydrogen atom, which is bonded to an electronegative atom. Example, hydrogen, oxygen, fluorine. Yes. By a covalent bond with another electronegative atom within the same molecule or in another molecule. Yes, വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ വിച്ച് ഈസ് ബോണ്ടഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ വിതിൻ ദ സെയിം മോളിക്യൂൾ ഓർ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ബൈ എ കോവാലന്റ് ബോണ്ട്. അത്രയും പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ വിച്ച് ഈസ് ബോണ്ടഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് സ്പീഷീസ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ ബൈ എ കോവാലന്റ് ബോണ്ട് വിതിൻ ദ സെയിം മോളിക്യൂൾ ഓർ ബിറ്റ്വീൻ ദി മോളിക്യൂൾ. ഓക്കെ, ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും? തമന്ന, between two different molecule or between two same molecule, then the hydrogen bond is called പറഞ്ഞു ഉറക്കെ പറയൂ. ഇൻട്രാമോളിക്കുലർ. യെസ്, ഇൻട്രാമോളിക്കുലർ ആണ്, ഇന്റർമോളിക്കുലർ ആണോ? ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ ദ സെയിം മോളിക്യൂൾ ഓർ ബിറ്റ്വീൻ ദി ഡിഫറെന്റ് മോളിക്യൂൾ? ഇന്റർമോളിക്കുലർ. ഇന്റർമോളിക്കുലർ. അപ്പൊ എന്തായിരിക്കും ഇൻട്രാമോളിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തമന്ന, ഉള്ളിൽ തന്നെയുള്ള ഹൈഡ്രജൻ ബോണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രാമോളിക്കുലർ. ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണെങ്കിൽ അതിന് പറയുന്ന പേര് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. യെസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ലാസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ 4.36 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4.40. Yes. Okay, that we can discuss later. Okay, so move on to the 5th chapter, states of matter. Chapter 5. States of matter. Yes.
മുഹമ്മദ് സാലിഹെ, ഈ പേര് കേട്ടിട്ട് ഇതിൽ എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? മാറ്ററിന്റെ മാറ്ററിന്റെ സ്റ്റേറ്റ്സിനെ പറ്റി ആയിരിക്കും. എന്താണ് മാറ്റർ? സാലിഹ്, വാട്ട് ഈസ് മാറ്റർ? Definition of matter that we already studied in the chapter 1. എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മറന്നുപോയോ? മാറ്ററിന്റെ ഡെഫിനിഷൻ മറന്നുപോയോ? നിന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് ഒരു മാറ്റർ ആണോ? ഞാൻ ഉദ്ദേശിക്കുന്ന ഇതൊരു വിഷയമേ അല്ല എന്നുള്ളൊരു മാറ്റർ അല്ല കേട്ടോ. അതൊരു മാറ്റർ അല്ല എന്ന് പറഞ്ഞാൽ ആ മാറ്റർ അല്ല പറയുന്നേ. ഓക്കെ, ബുക്ക് ഒരു മാറ്റർ ആണ്. കയ്യിലിരിക്കുന്ന പേനയോ അതൊരു മാറ്റർ ആണോ? ആ പുറകിലിരിക്കുന്ന ഫാനോ അതൊരു മാറ്റർ ആണ്. ആണല്ലോ. നമ്മുടെ വീട്ടിലുള്ളതും നമ്മുടെ കയ്യിലുള്ളതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മാറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാറ്ററിന്റെ ഡെഫിനേഷൻ ഈസി ആയിട്ട് പറയാം. എനി സബ്സ്റ്റൻസ്. അത്രേ ഉള്ളോ? ഏത് സബ്സ്റ്റൻസിനെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഞാനിപ്പോ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് ആണല്ലോ അല്ലെ. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെയാണോ നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നേ? ആ മാറ്ററിന് എന്തൊക്കെ വേണം? അതിനൊരു വെയിറ്റ് ഉണ്ടോ? അല്ല, അതിന് നമ്മൾ എന്താ പറഞ്ഞേ? മാസ്. വോളിയം ഉണ്ടോ? വോളിയം ഉണ്ട്. അതിരിക്കാൻ സ്ഥലം വേണോ? അത് വായുവിലാണ് നിൽക്കുന്നത് അല്ലല്ലോ. അതിരിക്കാൻ സ്ഥലം ആവശ്യമുണ്ട്. അപ്പൊ എന്താ ഡെഫിനേഷൻ? എനിത്തിങ് which has mass, occupies space and has volume. Anything that is having mass and volume and occupied in a space is called matter. അതല്ലേ നമ്മൾ പഠിച്ചത്. അതിനെ പറഞ്ഞേ, മാറ്ററിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മെയിൻലി 3 ഏതൊക്കെയാ? സോളിഡും ലിക്വിഡും ഗ്യാസും. യെസ്, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഫുവാദെ, ഒരു സോളിഡ് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ പറഞ്ഞേ. ഒരു ക്യൂബ്. എന്താ ക്യൂബ്? യെസ്, ക്യൂബ്. ഒരു ലിക്വിഡിന് എക്സാമ്പിൾ പറഞ്ഞേ. ഫുവാദ് തന്നെ പറഞ്ഞേ ഒരു ലിക്വിഡിന് എക്സാമ്പിൾ. വാട്ടർ. വാട്ടർ. ഗ്യാസിന് എക്സാമ്പിൾ പറഞ്ഞേ. ഹൈഡ്രജൻ. യെസ്, ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അപ്പൊ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വിച്ച് ഓക്യുപൈഡ് ഇൻ which have mass and volume and occupied in a space. മാറ്ററിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഈ 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്ററിന് എക്സാമ്പിൾ പറഞ്ഞേ അമീഷ. ഈ 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസിന് എക്സാമ്പിൾ പറഞ്ഞേ. വാട്ടർ. യെസ്, വാട്ടറിന് 3 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. വാട്ടർ അതിന്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആണ്. വാട്ടർ അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് അത് വാട്ടർ തന്നെയാണ്. ഓക്കെ, ദെൻ വാട്ടർ അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റീം ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ വാട്ടർ എന്ന് പറയുന്നതിന് നമുക്ക് ഒരേ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നതാണ്. യെസ്, ഇനി ഇതിന്റെ അകത്ത് എങ്ങനെയാണ് ഇവര് അതേ സ്റ്റേറ്റിൽ തന്നെ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? നന്ദന, എങ്ങനെയാ വാട്ടർ ഐസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നേ? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താ? ഇതെല്ലാം നമ്മൾ അന്ന് പഠിപ്പിച്ചതാ. സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത എന്താ? അടുത്തടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് അടുത്തടുത്തായിരിക്കും പാക്ക് ചെയ്തിരിക്കുക. അടുത്തടുത്ത് പാക്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും നന്ദന? കൂടുതലാണോ കുറവാണോ? കൂടുതലായിരിക്കും. സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ. യെസ്, മുസ്തഫ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിലും ഗ്യാസിലും പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആണോ വീക്ക് ആണോ? കുറവാർക്കായിരിക്കും ഏറ്റവും അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞത് ഏത് സ്റ്റേറ്റിലാ? ഗ്യാസിലായിരിക്കും. വാട്ടറിലും അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, കമ്പയറബിൾ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ലെസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
ലെസ് അട്രാക്റ്റീവ് ഫോഴ്സ്. യെസ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വാട്ടർ എന്ന് പറഞ്ഞൊരു സ്പീഷീസ് തന്നു, അതിന്റെ 3 സ്റ്റേറ്റിലും ഉള്ളത് നമ്മൾ എഴുതി. ഓക്കെ, അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി വേറൊരു കോമ്പൗണ്ട് തരാം, ദാറ്റ് ഈസ് NaCl. NaCl സോളിഡ് ഫോമിലുള്ളതാണ് ഞാൻ തരുന്നത്. എന്താണ് NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇർഷാൻ, NaCl എന്നതാ? ഇർഷാൻ, what is NaCl? സോഡിയം ക്ലോറൈഡ്. യെസ്, NaCl എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഈ സോഡിയം സോളിഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അകത്ത് എന്തായാലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണോ അതോ കോവാലന്റ് കോമ്പൗണ്ട് ആണോ? അപ്പോ സോഡിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ട്. യെസ്, അയോണിക് കോമ്പൗണ്ട് ആണ്. വെരി ഗുഡ്, അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് അയോൺസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതൊക്കെ അയോൺസ് NaCl ഉള്ളത്? നസ്രീൻ, നസ്രീൻ. സോഡിയം അയോൺസ് ആൻഡ് യെസ്, Na+ അയോൺസും ഉണ്ട്. അതേപോലെ തന്നെ Cl- അയോൺസും ഉണ്ട്. നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ട്. കാറ്റയോൺസ് ആണെങ്കിൽ നമ്മൾ ആ സാധനത്തിന്റെ പേര് എന്താണോ അത് തന്നെ എഴുതിയിട്ട് അയോൺസ് എഴുതുക. ആനിയോൺസിൽ മാത്രമേ പേര് എഴുതുമ്പം ലാസ്റ്റ് നമ്മൾ ഐഡ് എന്ന് ചേർക്കാറുള്ളൂ കേട്ടോ. അത് എപ്പോഴും ഓർമ്മയിൽ വരട്ടെ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് സോഡിയം അയോൺ, ഇതിന്റെ പേര് ക്ലോറൈഡ് അയോൺ. ഓക്കെ, അപ്പം NaCl സോളിഡ് ആണെങ്കിൽ അതിന്റെ അകത്ത് സോഡിയം അയോൺസും ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറൈഡ് അയോൺസും ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഇന്ററാക്ഷൻ ആരൊക്കെ തമ്മിലായിരിക്കും ഖദീജ? ഇവര് തമ്മിലുള്ള അട്രാക്ഷൻ ആരൊക്കെ തമ്മിലായിരിക്കും? NaClന്റെ അകത്ത് എന്നെയും Clഉം തമ്മില്. Nയും Clഉം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇന്ററാക്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? രണ്ടുപേരും അയോൺസ്. അപ്പൊ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണും വന്നാൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്ന പേരെന്താ? ടീച്ചർ എന്നോടാണോ? അതെ, അയോണൈസേഷൻ. അയോണൈസേഷൻ ഇന്ററാക്ഷൻ എന്നാണോ പറയുന്നത്? ഞാൻ ഓർക്കല്ല ഒരു ടീച്ചർ. അയോണും വേറെ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഞാൻ ഓർക്കല്ല. ഓർക്കുന്നില്ല? യെസ്, ദേവിക. ടീച്ചർ മനസ്സിലായില്ല എന്താ? NaClന്റെ അകത്ത് സോഡിയവും ക്ലോറിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ത് ടൈപ്പ് ഇന്ററാക്ഷൻ ആണ്? അവിടെ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഒന്ന് സോഡിയം ഒന്ന് ക്ലോറിനുമാണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു പേര് പറയൂലോ? എനിക്കറിയില്ല. ഫാത്തിമത്ത് അറിയില്ല ടീച്ചർ. ഹരിഗോവിന്ദ് അറിയില്ല ടീച്ചർ. ഇവാൻ അറിയില്ല. കാൽവിൻ ടീച്ചർ അറിയാൻ പാടില്ല. എല്ലാം അറിയില്ല ടീച്ചർ. നിമ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണോ? ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ്. അതെന്തായാലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെയുള്ള പാർട്ടിക്കിൾസ് തമ്മിലാണ്. അപ്പൊ ഇന്റർമോളിക്കുലർ തന്നെയാണ്. പക്ഷേ പേരുണ്ടല്ലോ, ഫർസീൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വാക്ക് പറയാറുള്ളതാ. അറിയില്ല. സോജു അറിയില്ല. അലീഫ അറിയില്ല മിസ്. ഇതാ അലീഫയുടെ വീഡിയോ ഓപ്പൺ അവിടെ. ടീച്ചർ ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ എവിടെ പോയത്? ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയായിരുന്നു. ഇതിന്റെ അകത്ത് സോഡിയം ക്ലോറിനും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അയോണുകളാണ് അവിടെ അട്രാക്ട് ചെയ്യുന്നത്. ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് സോഡിയം, ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ക്ലോറിനും. ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ഉള്ള ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മളൊരു പേര് പറയും. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്ന പേര്
നിങ്ങൾ ഫിസിക്സിലും ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാ ഇങ്ങനെ ഒരു വാക്ക്. അറിയാവുന്നവരൊന്ന് കൈവക്കിക്ക്. ആർക്കെങ്കിലും അറിയാവോ നോക്കട്ടെ. ഹരിക്ക് അറിയാം, എന്നാ പറഞ്ഞു ഹരി. ഇലക്ട്രോസ്റ്റാറ്റിക്. അത് തന്നെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഫോഴ്സസ് ആണ് ഉള്ളത്. ഏതൊക്കെ ഫോഴ്സുകളാണ് ഉള്ളത് ആൻമരിയ? 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്? അട്രാക്ഷനും റിപ്പൽഷനും. അട്രാക്ഷനും ഉണ്ടാകാം, റിപ്പൽഷനും ഉണ്ടാകാം. യെസ്, ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ, ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ്, അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആറ്റംസ് ആകാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവര് തമ്മിൽ 2 ടൈപ്പ് ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന് അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാകാം, അതുപോലെ തന്നെ റിപ്പൽസീവ് ഫോഴ്സും അതിൻ്റെ അകത്ത് ഉണ്ടാകാം. അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, അപ്പൊ നമ്മള് ഈ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ, അതായത് അത് അയോണിക് കോമ്പൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട് ആയിക്കോട്ടെ, അയോണിക് കോമ്പൗണ്ടോ കോവാലന്റ് കോമ്പൗണ്ടോ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് അയോൺസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. കോവാലന്റ് കോമ്പൗണ്ടുകൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ? ഡു ദി ഫോഴ്സസ് ഓഫ് അയോണിക് ആൻഡ് കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ആറ്റംസ് ഓർ അയോൺസ് റെപ്രസെന്റിംഗ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. നമ്മൾ ഒരിക്കലും അയോണിക് ബോണ്ടിനെയോ അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിനെയോ നമ്മൾ ഒരു ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അത് അവര് തമ്മിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുക്കുന്നു വാങ്ങുന്നു എന്നതിന്റെ പേരിൽ അവിടെ എന്തുണ്ട്? എന്തോ ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ കൊണ്ടിട്ട് ഈ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിനെ ഒരു ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയാറില്ല. ഓക്കെ, അപ്പം അതിന് ഒരിക്കലും നമ്മൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയത്തില്ല. ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിൽ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് അതിൻ്റെ അകത്തുള്ള ആറ്റംസിനെ അല്ലെങ്കിൽ അയോൺസിനെ എന്തായിട്ട് വെക്കുന്നത്? അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ അകത്തുള്ള ഈ കോവാലന്റ് ബോണ്ടുകളെ നമ്മൾ ഒരിക്കലും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. കോവാലന്റ് ബോണ്ടുകൾ ടുഗദർ കോവാലന്റ് ബോണ്ട് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദി ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഇന്റർമോളിക്കുലർ ഫോഴ്സിൽ നിന്ന് നമ്മൾ കോവാലന്റ് ബോണ്ടുകളെ അല്ലെങ്കിൽ അയോണിക് ബോണ്ടുകളെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. വേറെ ടൈപ്പ് ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട്. കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട് രണ്ടിലും എന്തുണ്ട്? അയോൺസ് ഉണ്ട് ഇല്ലേ? നമ്മൾ ഓൾറെഡി ഏത് ചാപ്റ്ററിലാ? 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അയോണിക് കോമ്പൗണ്ടുകൾക്ക് പാർഷ്യലി കോവാലന്റ് ക്യാരക്ടർ കാണിക്കാനായിട്ട് പറ്റും. അയോണിക് കോമ്പൗണ്ടുകൾക്ക് പാർഷ്യലി കോവാലന്റ് ക്യാരക്ടറും കാണിക്കാൻ പറ്റും. കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് പാർഷ്യലി അയോണിക് ക്യാരക്ടറും കാണിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ടുഗദർ നമുക്കതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അയോണിക്കിനെ കോവാലന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം, കോവാലന്റിനെ അയോണിക് ആയിട്ടും കൺസിഡർ ചെയ്യാം. എങ്ങനെയായാലും അതിൻ്റെ അകത്ത് എന്തിന്റെ പ്രസൻസ് ഉണ്ട്? രണ്ടിലും അയോൺസുകളുടെ പ്രസൻസ് ഉണ്ട്. അയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഉണ്ട്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും തമ്മിൽ ഉള്ള
ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഇല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ അകത്തോട്ടാണ് നമ്മൾ വരുന്നത്. ഓർത്ത് വെച്ചോളുക, രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ അങ്ങനെ എഴുതി വെച്ചോളുക കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതാണ് അതിന്റെ അകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. മെയിൻലി ഇൻ കോവാലന്റ് ബോണ്ട് ആൻഡ് ദേ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ഇന്റർമോളിക്യുലർ ഫോഴ്സസ്. They are excluded from intermolecular forces. ഒരു മിനിറ്റ്. യെസ്, ഓക്കെ. അപ്പൊ ആദ്യം ഒന്ന് പറഞ്ഞ് എന്താണ് ഇന്റർമോളിക്യുലർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആൻമരിയ എന്താ ഇന്റർമോളിക്യുലർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റർമോളിക്യുലർ ഫോഴ്സസ് എത്രണ്ണം ഉണ്ട്? അറിയില്ല ടീച്ചർ. ഇപ്പൊ പറഞ്ഞതല്ലേ, അറിയില്ലാണോ? ഇന്റർമോളിക്യുലർ എന്തൊക്കെയാ? അട്രാക്ഷനും റിപ്പൽഷനും. അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. കോവാലൻ കോമ്പൗണ്ടുകളിലും അയോണിക് കോമ്പൗണ്ടുകളിലും എന്തുണ്ട്? ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അയോണിക് കോമ്പൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിലാണ് അവിടെയുള്ള അട്രാക്ഷൻ വരുന്നത്. കോവാലന്റ് കോമ്പൗണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ ആറ്റംസ് തമ്മിലാണ് അവിടെ അട്രാക്ഷൻ ഉള്ളത് എന്നറിയാം. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോണുകൾ തമ്മിലുള്ള അട്രാക്ഷനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ അകത്തുമുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഇന്റർമോളിക്യുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ഓർത്ത് വെച്ചോളുക. ഇന്റർമോളിക്യുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷനും ഉണ്ട്, റിപ്പൾഷനും ഉണ്ട്. കോവാലന്റിന്റെ അകത്തെയും അയോണിക്കിന്റെ അകത്തെയും കോമ്പൗണ്ടുകളുടെ അകത്തുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ ഒരിക്കലും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല? ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് അയോണിക് അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് മാത്രമേ അവിടെയുള്ളൂ. ഒരിക്കലും അവർ തമ്മിൽ അതിനെ നമുക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ എന്താണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത് വേറെ ഒരു പേരിലാണ് വിളിക്കുന്നത്. ദേ ആർ കോൾഡ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. വാണ്ടർവാൾസ് ഫോഴ്സസ്. ഈ വാണ്ടർവാൾ എന്ന് പറയുന്ന വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുള്ളവരെന്ന് കൈവക്കിക്കേ. യെസ്, അനീസ എവിടെയാ കേട്ട ഈ വാണ്ടർവാളിനെ പറ്റി? അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, വാണ്ടർവാൾ, റേഡിയസ്. വാണ്ടർവാൾസ്, റേഡിയസ്. ഹാലജൻസ് അല്ല, ആരാണ്? നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസിന്റെ അകത്തുള്ള റേഡിയസിനെ നമ്മൾ വാണ്ടർവാൾസ് റേഡിയസ് എന്നാ പറയുന്നത്. ഈ വാണ്ടർവാൾ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് അട്രാക്റ്റീവ് ഇന്റർമോളിക്യുലർ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് വാണ്ടർവാൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ഇന്റർമോളിക്യുലർ ഫോഴ്സസ് are known as വാണ്ടർവാൾസ് ഫോഴ്സസ്. ഈ വാണ്ടർവാൾ എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്. ഈ സയന്റിസ്റ്റ് ആണ് ഏറ്റവും ഫസ്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഉള്ള പാർട്ടിക്കിൾസിൽ ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് എന്ന് ഏറ്റവും ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റ് ആണ് വാണ്ടർവാൾ.
അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോഴ്സിനെ നമ്മൾ വാണ്ടർവാൾസ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. വാണ്ടർവാൾസ് ഫോഴ്സസ്. ഓക്കെ, വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നതിന്റെ റീസൺ എത്രേ ഉള്ളൂ, ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിൽ ഉണ്ട് എന്ന് ഏറ്റവും ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് വാണ്ടർവാൾ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു, വാണ്ടർവാൾസ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നു. ഈ വാണ്ടർവാൾസ് ഫോഴ്സസിന്റെ അകത്ത് മെയിൻലി 4 ടൈപ്പ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ആണുള്ളത്. 4 ടൈപ്പ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ്. ഓക്കെ, 4 ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാണ്ടർവാൾസ് ഫോഴ്സസ്. Different types of van der Waals forces. Okay, different types of van der Waals forces. Van der Waals forces. Okay, അതില് ഓരോന്നിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫസ്റ്റ് വണ്ണിന് പറയുന്ന പേര് ഡിസ്പെർഷൻ ഫോഴ്സസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലണ്ടൻ ഫോഴ്സസ് എന്ന് വിളിക്കും. ലണ്ടൻ ഫോഴ്സസ്, ഡിസ്പെർഷൻ ഫോഴ്സസ് ഓർ ലണ്ടൻ ഫോഴ്സസ്. And the second type is dipole attraction. Dipole attraction. And the third one is dipole induced dipole forces. And the fourth one is hydrogen bond. Dispersion forces or London forces, dipole attraction, dipole induced dipole forces, and hydrogen bond. Okay, ഏറ്റവും ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. ഞാനൊരു ക്ലോറിൻ മോളിക്യൂൾ എടുത്തു എന്ന് വിചാരിക്കാം. ഈ ക്ലോറിൻ മോളിക്യൂള് അതിൻ്റെ അകത്ത് ചാർജ് ഉണ്ടോ ഇല്ലയോ? മരിയ, ക്ലോറിൻ മോളിക്യൂളിന്റെ അകത്ത് ചാർജ് സെപ്പറേഷൻ ഉണ്ടോ ഇല്ലയോ? ഇല്ല. കാരണം അതെന്ത് കോമ്പൗണ്ടാ? യെസ്, അതൊരു കോവാലന്റ് കോമ്പൗണ്ട് ആണ്. അതിനെ നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്. വേറൊരു പേര് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇത് നമ്മള് കോവാലന്റ് കോമ്പൗണ്ടുകളുടെ കേസ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചതാ. ഇത് പോളാർ മോളിക്യൂൾ ആണോ നോൺ പോളാർ മോളിക്യൂൾ ആണോ? പോളാർ ആണോ നോൺ പോളാർ ആണോ? ചാർജ് സെപ്പറേഷൻ ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ചാർജ് സെപ്പറേഷൻ ഉള്ളവരെ പോളാർ എന്ന് വിളിക്കും. ചാർജ് സെപ്പറേഷൻ ഇല്ലാത്തവരെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നേ? നോൺ പോളാർ. യെസ്, നോൺ പോളാർ കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ വിളിക്കും. നോൺ പോളാർ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ഇത് നോൺ പോളാർ ആണോ പോളാർ ആണോ? നോൺ പോളാർ അല്ലേ? യെസ്, നോൺ പോളാർ. ചാർജ് സെപ്പറേഷൻ ഇല്ല. അപ്പൊ ഇതൊരു നോൺ പോളാർ കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നോൺ പോളാർ, ചാർജ് സെപ്പറേഷൻ ഇല്ല. അങ്ങനത്തെ ഒരുപാട് കോമ്പൗണ്ട് ഉണ്ടോ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരുപോലെയുള്ളവർ ജോയിൻ ചെയ്താൽ എന്തായാലും അവർ എങ്ങനെയായിരിക്കും? നോൺ ആയിരിക്കും. O2, F2, N2, Br2 ഇതെല്ലാം എന്താ എക്സാമ്പിളാ? നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ചാർജ് സെപ്പറേഷൻ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇവിടെ ചാർജ് സെപ്പറേഷൻ ഇല്ലെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ഒരു ക്ലോറിൻ ആറ്റം എടുത്താൽ അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇല്ലേ? ക്ലോറിന്റെ അകത്ത് എന്തായാലും ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് ഉണ്ട്. ക്ലോറിന്റെ അകത്ത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അബിയ? ക്ലോറിന്റെ അകത്ത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ക്ലോറിന്റെ ആറ്റമിക് നമ്പർ എത്രയാ? നിങ്ങളോട് തപ്പി പോണേ. ക്ലോറിന്റെ ആറ്റമിക് നമ്പർ എത്രയാന്ന് പറഞ്ഞേ? 17. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 17. 17. എന്ത് തപ്പാൻ പോകുന്നേ?
യെസ്, ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അതിന്റെ അകത്ത് ഇലക്ട്രോൺസും 17 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ അനീസ? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നോർമലി ഒരു നോൺ പോളാർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യവും നമുക്കറിയാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്ലോറിൻ മോളിക്യൂൾ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഈ ക്ലോറിന്റെ അകത്ത് ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോയി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഉള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോയി കോൺസെൻട്രേറ്റ് ചെയ്താൽ ആ സൈഡിൽ മുഴുവൻ ഏത് ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്? അപ്സർ എന്ന് പറഞ്ഞേ. നോർമലി ക്ലോറിന്റെ അകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഇതിന്റെ അകത്തുള്ള ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് പോയാൽ ആ സൈഡിൽ മുഴുവൻ ഏത് ചാർജ് ആയിരിക്കും ഉണ്ടാകുന്നത്? അപ്സർ, ആ ചാർജ് തന്നെയല്ലേ? ആ ചാർജ് അതേതാ ചാർജ്? പോസിറ്റീവ് അല്ലേ ന്യൂക്ലിയസ്? പോസിറ്റീവ് ന്യൂക്ലിയസ്. ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് എല്ലാം കൂടി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചേഞ്ച് ചെയ്താൽ, ഇലക്ട്രോൺസിനാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ന്യൂക്ലിയസ് അവിടുന്ന് മൂവ് ചെയ്ത് പോവില്ല. ഇലക്ട്രോൺസ് എല്ലാം കൂടെ മൂവ് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വന്നാൽ ആ സൈഡിൽ അതിന്റെ ചാർജ് എന്തായിരിക്കും? ആ സൈഡിൽ മുഴുവൻ അതേ ചാർജ് ചോദിക്കുന്നത്. അതേ ചാർജ് എന്ന് പറയല്ലേ? നെഗറ്റീവ് ചാർജ്. ഈ സൈഡിൽ മുഴുവൻ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാ. അപ്പൊ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചാർജ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക അനീറ്റ? നെഗറ്റീവ് ആണോ ടീച്ചർ? നെഗറ്റീവ് ഒരു സൈഡിൽ ഉണ്ട്, അത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് ചാർജ് വരണം? പോസിറ്റീവ്. യെസ്, പോസിറ്റീവ് ചാർജ്. ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നാൽ ഈ സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ടെമ്പററി പ്രോസസ്സ് മാത്രമാണ് കേട്ടോ. ഇതൊരിക്കലും ഇങ്ങനെ നടക്കാനൊന്നും പോകുന്നൊന്നുമില്ല. നമ്മൾ പറയുവാണ് ഇത് എന്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നോർമലി ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്പീഷീസ്, അതായത് അതിന്റെ അകത്ത് ഇലക്ട്രോണിക് ചാർജ് ഈക്വലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷേങ്കില് നമുക്കറിയാം ഇലക്ട്രോൺസ് ഒരിക്കലും അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സാധനമല്ല, അത് എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനെ ഇലക്ട്രോൺസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടിട്ട് ടെമ്പററി ആയിട്ട് ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആക്കാൻ വേണ്ടി ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജും ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ അപ്പൊ ഇതൊരു ക്ലോറിൻ ആറ്റമാണ്. ഇനി അനദർ ക്ലോറിൻ ഇതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുവാണ് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എല്ലാം കൂടി ഈ സൈഡിൽ വന്നു, ഇവിടെ ഒരു പോസിറ്റീവ് വന്നു. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അവിടെ എന്തുണ്ടാകും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകും. പോസിറ്റീവും നെഗറ്റീവും വന്നാൽ അവിടെ എന്തായാലും എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാകും. ഇങ്ങനെ ടെമ്പററി ആയിട്ടുണ്ടാകുന്ന ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയും. ഇങ്ങനൊരു സംഗതിയില്ല, ഇതൊരു ടെമ്പററി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ടെമ്പററി ആയിട്ട് അവിടെ ഒരു ഡൈപോൾ ഉണ്ടാകുന്നു. രണ്ട് ചാർജുകൾ ടെമ്പററി ആയിട്ട് ഡൈപോൾ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. ടെമ്പറലി അവിടെ ഡൈപോൾസ് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണിത് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല, ഓർത്തു വെക്കുക. നോൺ പോളാർ മോളിക്യൂൾസ്, നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ ഇല്ല, പക്ഷേ ഇലക്ട്രോൺസ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് അവിടെ ഡൈപോൾസ് ഉണ്ടാകുന്നു. ടെമ്പററി ആയിട്ടുണ്ടാകുന്ന ഡൈപോളുകൾ തമ്മിൽ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയും. ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് രണ്ടാമത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ.
അത് എന്ത് ടൈപ്പ് മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും? സെക്കൻഡ് ടൈപ്പ്. ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് നമ്മൾ പറഞ്ഞു നോൺ പോളാർ മോളിക്യൂൾസിന്റെ അകത്താണ്. അതൊരു ടെമ്പററി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. കാരണം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ ഏതൊക്കെ മോളിക്യൂളിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം? അദീന ഒന്ന് പറഞ്ഞ മോളെ. ടീച്ചർ പോളാറിന്റെ യെസ്, പോളാർ. ഓൾറെഡി ചാർജ്ഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വന്നാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈപോൾ ഡൈപോൾ എന്ന് വിളിക്കാം. അപ്പൊ നോക്കിക്കോ, പോളാർ മോളിക്യൂൾസിന്റെ ഇൻ ബിറ്റ്വീൻ. പോളാർ മോളിക്യൂൾസ് പെർമനന്റ്ലി ഡൈപോൾ മൊമെന്റ്, പെർമനന്റ്ലി അവർ ഡൈപോൾ ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു പോളാർ മോളിക്യൂളിന് എക്സാമ്പിൾ പറഞ്ഞേ സാലിഹ്. സാലിഹ് ഒരു പോളാർ മോളിക്യൂളിന് എക്സാമ്പിൾ പറഞ്ഞേ. NaCl. NaCl, പിന്നെ MgCl2. MgCl2. യെസ്, ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് HCl എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, HCl എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഞാൻ എടുത്തു. ഈ HClന്റെ അകത്ത് നമുക്കറിയാം ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജുമാണ്. വേറെ ഒരു ഹൈഡ്രജൻ ക്ലോറൈഡും കൂടെ ഞാൻ എടുത്തു. രണ്ട് മോളിക്യൂൾ വേണം എന്തായാലും അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്. ഓൾറെഡി അതൊരു കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. നമ്മൾ സാധാരണഗതിയിൽ പോളാർ എന്ന് പറയുന്നത് പാർഷ്യലി അയോണിക് ക്യാരക്ടർ കാണിക്കും. പാർഷ്യൽ അയോണിക് ക്യാരക്ടർ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡെൽറ്റ പോസിറ്റീവ് ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ക്ലോറിനും ഇവിടെയുള്ള ഹൈഡ്രജനും നോക്കിക്കേ, പോസിറ്റീവ് നെഗറ്റീവോ, ഇവര് തമ്മിൽ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ. ഓൾറെഡി അവര് രണ്ട് പോളാർ മോളിക്യൂൾസ് തന്നെയാണ്. ഇതൊരു പോളാർ മോളിക്യൂൾ ആണ്, ഇതും ഒരു പോളാർ മോളിക്യൂളാണ്. ഓൾറെഡി അവർക്ക് ചാർജ് ഉണ്ട്. അവര് തമ്മിൽ ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വന്നാൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ എന്ന് പറയും. ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായോ എന്താന്നുള്ളത്? ആദ്യത്തെ രണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ക്ലിയർ ആയി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. ആദ്യം പറഞ്ഞത് ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്. ഡിസ്പെർഷൻ എന്ന് പറഞ്ഞാൽ നോൺ പോളാർ, അവർക്ക് ചാർജ് സെപ്പറേഷൻ ഒന്നും ഇല്ല. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അവർക്ക് ചാർജ് സെപ്പറേഷൻ വരുവാണ് ചെയ്യുന്നത്. അന്നേരം ഉള്ളത് ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്. ഇനി ഓൾറെഡി ചാർജ് ഉള്ള രണ്ടു പേരുകൾ തമ്മിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൈപോൾ ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കും. യെസ്, ഇനി മൂന്നാമത്തേത് പേര് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും, പറയാൻ പറ്റും. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ അത് ഏത് മോളിക്യൂൾ ആയിരിക്കും തമന്ന? പോളാർ ആണോ നോൺ പോളാർ ആണോ? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഇഷാര, ഡൈപോൾ എന്ന് പറഞ്ഞാൽ പോളാർ മോളിക്യൂൾ ആണോ നോൺ പോളാർ മോളിക്യൂൾ ആണോ? പോളാർ. ചാർജ് സെപ്പറേഷൻ ഉള്ളവരെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. യെസ്, അപ്പം ഒരു പോളാർ മോളിക്യൂളും ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചാർജ് ഉണ്ടാക്കി എടുക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇൻഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് ഒരു നോൺ പോളാർ ആയിരിക്കോ പോളാർ ആയിരിക്കോ ഭീമ? ടീച്ചർ ഒന്നുകൂടി പറയാമോ? ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ്? പോളാറും നോൺ പോളാറും. പോളാറും നോൺ പോളാറും. യെസ്, ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ എന്തുണ്ട്? ഒരു പോളാർ മോളിക്യൂൾ ആണ്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഇല്ല, ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്നത് ഒരു നോൺ പോളാർ ആയിരിക്കും. അപ്പൊ ഒരു പോളാർ മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കല്ലിന് ശരിക്കും മണമൊന്നുമില്ല, മുല്ലപ്പൂ എടുത്തുകൊണ്ട് വെച്ചപ്പോഴാണ് കല്ലിന് മണം വന്നേ നമ്മൾ പറയും. നിങ്ങൾ അങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? ഇല്ലേ?
ഇർഷാൻ കേട്ടിട്ടില്ലെന്നാണ് ഇർഷാന പറഞ്ഞേ? ഇല്ല. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കാത്തവരെന്ന് നോക്കിക്കേ. ദൈവമേ, എല്ലാരും പണ്ട് തൊട്ടേ എല്ലാരും പറയുന്ന ഒരു പഴഞ്ചൊല്ലല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന്. മലയാളത്തിലൊക്കെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ല അത്. അതായത് നമ്മള് ഇപ്പം നിങ്ങൾ പറയത്തില്ല, നമ്മുടെ വീട്ടിൽ ഇപ്പൊ തക്കാളിയൊക്കെ മേടിച്ചോണ്ട് വന്നു വിചാരിക്കാം. ഈ തക്കാളിയൊക്കെ മേടിച്ചോണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഒരു ചീഞ്ഞ തക്കാളി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ചീഞ്ഞ തക്കാളി ഉണ്ടെങ്കിൽ നമ്മൾ ആ ചീഞ്ഞ തക്കാളിയുടെ കൂടെ ബാക്കി എല്ലാ തക്കാളിയും കൂടെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ ചീഞ്ഞു പോകത്തില്ലേ? മൊത്തത്തിൽ അതെല്ലാം കൂടെ ചീഞ്ഞു പോകൂലേ? അപ്പൊ കൊണ്ടുവരുന്ന വഴി നമ്മളെ തക്കാളി എടുത്ത് മാറ്റി വെക്കൂലേ? വീട്ടിലൊക്കെ അമ്മമാരങ്ങനെയല്ലേ ചെയ്യുന്നേ? തക്കാളി മാത്രല്ല, എന്ത് സാധനമാണെങ്കിലും ചീഞ്ഞതിന്റെ കൂടെ നമ്മൾ ഒന്നും കൊണ്ടുവയ്ക്കത്തില്ല, ബാക്കിയുള്ളതും കൂടെ ചീത്തയായി പോകും ഇല്ലേ? അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതും കാണാത്തവരുണ്ടോ? ഇല്ലല്ലോ. യെസ്, അതുപോലെ തന്നെയാ. ഓൾറെഡി അതൊരു പോളാർ മോളിക്യൂൾ അവിടെ ഉണ്ടായിരുന്നു, അതിന് ചാർജ് ഉണ്ട്. അതിന്റെ അടുത്തോട്ട് ഒരു നോൺ പോളാർ ആയിട്ടുള്ള മോളിക്യൂൾ കൊണ്ടുവച്ചു, ചാർജ് ഇല്ലാത്ത ഒരെണ്ണത്തിനെ കൊണ്ടുവച്ചു. അപ്പൊ ആ ചാർജ് ഉള്ള മോളിക്യൂളിന്റെ പ്രസൻസ് കൊണ്ട് ചാർജ് ഇല്ലാത്തതിന് ടെമ്പററി ആയിട്ട് ചാർജ് ഉണ്ടാകും. ചാർജ് ഉള്ളതിന്റെ ചാർജ് കളയുമല്ല ചെയ്യുന്നത്. നോൺ പോളാർ വന്നിട്ട് ഉണ്ടായിരുന്നതിന്റെ ചാർജ് കൊണ്ട് കളയുമല്ല ചെയ്യുന്നത്. ചാർജ് ഉള്ളവര് ബാക്കിയുള്ളതിനെയും കൂടെ ടെമ്പററി ആയിട്ട് ചാർജ് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവിടെ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു മോളിക്യൂൾ എടുത്തു. AB എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് കേട്ടോ എടുത്തത്. AB എന്ന് പറയുന്ന മോളിക്യൂൾ, ഇതിന് ഓൾറെഡി ചാർജ് ഉണ്ട്. ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവും ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇതൊരു പോളാർ മോളിക്യൂള്. ഇനി ഞാൻ ഇവിടെ ഒരു നോൺ പോളാർ മോളിക്യൂൾ എടുത്തു, അതിന് ചാർജ് ഇല്ല. ഓക്കെ, ഇതിന് ചാർജ് ഇല്ല. പക്ഷേങ്കില് ഈ പോളാർ മോളിക്യൂളിന്റെ പ്രസൻസ് കൊണ്ട് ഇവിടെ ഒരു ചാർജ് ഉണ്ടാകുന്നു. കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് ഓൾറെഡി ഉണ്ട്. ഈ നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷെ അത് രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നെഗറ്റീവ് ചാർജ് ഒരു സൈഡിൽ കിടക്കുന്നത് കൊണ്ട് ആ നെഗറ്റീവ് ചാർജിന് എന്തായാലും പോസിറ്റീവ്ലി ചാർജിനോട് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ABക്കകത്തുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് നോൺ പോളാർ മോളിക്യൂളിലുള്ള പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇവിടെ ടെമ്പററി ആയിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ടെമ്പററി ആയിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ടെമ്പററി ആയിട്ട് ഇവിടെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് പോളാർ മോളിക്യൂൾ. ആൻഡ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ആർ കോൾഡ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. അവര് തമ്മിൽ ഉണ്ടാകുന്നതിനെ, ടെമ്പററി ആയിട്ട് അവിടെ ഉണ്ടാകുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്. The permanent dipole of a polar molecule induces a dipole on the non-polar molecule. Non-polar moleculeനെയും കൂടി അവര് പോളാർ ആക്കി മാറ്റി. എന്നിട്ട് അവര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരാണിത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആലിയ പറഞ്ഞേ, ഡിസ്പെർഷൻ ഫോഴ്സസ് ആരൊക്കെ തമ്മിലാ? നോൺ പോളാർ. അഫ്ല, ഡിസ്പെർഷൻ ഫോഴ്സിന് പറയുന്ന വേറൊരു പേരെന്താ? ഡിസ്പെർഷൻ ഫോഴ്സിന് പറയുന്ന വേറൊരു പേരെന്താ? ഡിസ്പെർഷൻ ഫോഴ്സിന് വേറൊരു പേര് പറയൂല, എന്നാണ് അതിന് പറയണേ? ഒരു രാജ്യത്തിന്റെ പേര് ആ ബോർഡിൽ നോക്കിക്കേ. ലണ്ടൻ ഫോഴ്സ്. ലണ്ടൻ ഫോഴ്സ്. യെസ്, ഇർഷാൻ പറഞ്ഞേ. ഡൈപോൾ ഡൈപോൾ അട്രാക്റ്റീവ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ഏതൊക്കെ മോളിക്യൂൾസ് തമ്മിലാ? ചാർജ്ഡ് മോളിക്യൂൾസ്. പോളാറും പോളാറുമാണ് ഡൈപോൾ ഡൈപോൾ. ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് നോൺ പോളാർ മോളിക്യൂൾ. ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുന്നത് ഒരു പോളാർ മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള
attractive force. And the last type of force of attraction already നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഹൈഡ്രജൻ ബോണ്ട്. അത് തന്നെ എവിടെയും പറയുന്നുള്ളൂ. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രജനും മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രജൻ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ വിത്ത് more electronegative atoms like a fluorine, oxygen and nitrogen. The force of attraction existing between hydrogen and more electronegative fluorine, oxygen and nitrogen is called hydrogen bond. There are two types of hydrogen bond. Which are they? Two type of hydrogen bond ഏതൊക്കെയാ മുസ്തഫ? ടീച്ചർ ഒന്ന് മേലോട്ട് കേട്ടോ. ഇന്റർമോളിക്കുലറും ഇന്റർമോളിക്കുലറും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എവിടെയാ കാണിക്കാൻ പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത്? അൽവാനാണോ പറഞ്ഞത്? യെസ്, ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാറ്ററിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നിങ്ങൾ തന്നെ എക്സാമ്പിൾ പറഞ്ഞു. വാട്ടർ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കും പറ്റും, വാട്ടറിന് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കാനായിട്ട് പറ്റും, വാട്ടറിന് ഗേഷ്യസ് സ്റ്റേറ്റിലും ഇരിക്കാനായിട്ട് പറ്റും. യെസ്, അങ്ങനെയാണെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വാട്ടർ അതിനെ എങ്ങനെ ലിക്വിഡ് ആക്കി മാറ്റാം? നന്ദന, എങ്ങനെ സോളിഡ് ആയി? യെസ്, ബൈ ഹീറ്റിംഗ്. സോളിഡിനെ ഹീറ്റ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഹീറ്റ് എന്നുള്ളതിനെ നമ്മുടെ കെമിസ്ട്രിയില് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹീറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, ഹീറ്റ് ചെയ്താൽ അത് ലിക്വിഡ് ആകും. ലിക്വിഡിനെ വാട്ടർ ആക്കണമെങ്കിലും എന്ത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി? ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡൗട്ട് ഒന്നും ഇല്ല. യെസ്, ഇങ്ങനെ നമ്മള് മേളും താഴെയായിട്ട് എഴുതരുത് കേട്ടോ, രണ്ടും മേളിൽ തന്നെ എഴുതിക്കോളും. ഇവിടെ ഞാൻ അറിയാണ്ട് എഴുതിപ്പോയതാ. യെസ്, നമ്മുടെ കേസിൽ മോർ ദാൻ വൺ റിയേജന്റുകളൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരെണ്ണം മേളിൽ എഴുതും, ഒരെണ്ണം താഴെ എഴുതും. നോർമലി മേളിലാണ് എഴുതുന്നത്, സ്ഥലമില്ലെങ്കിൽ മാത്രമേ താഴെ എഴുതി കൊടുക്കാറുള്ളൂ കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഐസിനെ ഹീറ്റ് ചെയ്താൽ ലിക്വിഡ് ആകും, ലിക്വിഡിനെ അഗെയിൻ ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആകും എന്നുള്ള കാര്യം നമുക്കറിയാം. അമീഷ, അങ്ങനെയാണെങ്കിൽ ഈ ഐസ് വാട്ടർ ആകുന്ന സമയത്ത് അവര് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുവാണോ ചെയ്യുന്നത്, കൂടുവാണോ ചെയ്യുന്നത്? വാട്ടർ ലിക്വിഡ് ആകും. യെസ്, കുറയും. ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയോ കൂടുവോ? പോവാതെ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുമ്പോഴത്തേക്കും പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുവാണോ ചെയ്യുന്നത്, കുറയുവാണോ ചെയ്യുന്നത്? അല്ലേ? അപ്പൊ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആയാലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. പക്ഷെ സോളിഡ് തൊട്ട് ലിക്വിഡ് വരെ അല്ലെങ്കിൽ ലിക്വിഡ് തൊട്ട് ഗ്യാസ് വരെ ആക്കണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അവിടുന്ന് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. തെർമൽ എനർജിയും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും ആ റിലേഷൻ നസ്ര? തെർമൽ എനർജി കൂടുമ്പോൾ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുവോ കുറയുവോ? Inversely proportional. Yes, inversely proportional. Thermal energy and intermolecular force of attraction are inversely proportional. Thermal energy inversely proportional to 1 divided by force of attraction. Thermal energy കൂടിയാൽ force of attraction കുറയും. Thermal energy കുറഞ്ഞാൽ force of attraction കൂടും. അപ്പൊ ടെമ്പറേച്ചറും ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കും തോറും അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കും തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ സോളിഡ് തൊട്ട് ലിക്വിഡ് ഗ്യാസ് വരെ പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തെർമൽ എനർജി കൂടും, പക്ഷേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും. തെർമൽ എനർജി കൂടും, പക്ഷെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ ചെയ്യുന്നേ? കുറയും. അപ്പൊ തെർമൽ എനർജിയും ഫോഴ്സ് ഓഫ് അട്രാക്ഷനും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ,
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഞാന്, നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അതിനെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാന്ന് വിചാരിക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്ന നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഭയങ്കര സ്പീഡിൽ ഒരു ലിക്വിഡ് എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്ത് തൊട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്നാ തോന്നും? കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും, ചെറുതായിട്ട് ചൂടാവുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ കൂട്ടി തിരുമ്പാന്ന് വിചാരിക്കാം. കൈ കൂട്ടി തിരുമ്പി കഴിയുമ്പോഴത്തേക്ക് കൈ നല്ല തണുത്തിരിക്കണ കൈയാന്ന് വിചാരിച്ചോളൂ. നമ്മൾ നന്നായിട്ട് കൂട്ടി തിരുമ്പി കഴിയുമ്പോഴത്തേക്കും അതിനുള്ളിൽ ചൂട് വരില്ലേ? ഇല്ലേ? തണുപ്പ് കാലത്തൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. വല്ലയിടത്തൊക്കെ ടൂർ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു തണുത്ത മൂന്നാറിലോട്ടൊക്കെ ടൂർ പോകണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ എന്നാ ചെയ്യും? കൈയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് എന്ത് നേരം മുഖത്ത് എടുത്തേക്കും. അതെന്തിനാ? ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും കൈ കൂട്ടി തിരുമ്പോ എന്തുകൊണ്ട് അവിടെ ചൂടുണ്ടാകുന്നേ? അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു തെർമൽ എനർജി അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതായത് മൂവ് ചെയ്യുന്ന ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഒരു തെർമൽ എനർജിയാണ്. മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ ഉണ്ടാകുന്ന എനർജിക്ക് വേറെ പേര് പറയുമല്ലോ, കാൽവിൻ. മൂവിംഗ് പാർട്ടിക്കിൾസ്, യെസ്, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈനറ്റിക് എനർജിയുടെ ഒരു മെഷർ ആയിട്ടാണ് നമ്മൾ, അതായത് മാറ്ററിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ഉണ്ടാകുന്നു. ഈ കൈനറ്റിക് എനർജിനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരാമീറ്റർ ആയിട്ട് നമുക്ക് തെർമൽ എനർജിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ, അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ മോഷനെ നമ്മൾ അതുകൊണ്ട് തെർമൽ മോഷൻ എന്നും വിളിക്കാറുണ്ട്. കൈനറ്റിക് എനർജിയാണ് അത്, പക്ഷെ തെർമൽ എനർജി ആയിട്ടാണ് നമുക്ക് അതിനെ ഫീൽ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല, അതൊന്ന് മനസ്സിൽ വെക്കുക. തെർമൽ എനർജി ബോഡിക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എപ്പോൾ? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്ക് നമ്മൾ പറയുന്ന പേര് കൈനറ്റിക് എനർജി എന്നാണ്. ഇനി തെർമൽ എനർജിയും ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും തമ്മിൽ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത്രയും കൺസെപ്റ്റ് കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഈ ചാപ്റ്ററിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഗേഷ്യസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസുകൾക്ക്, കുറച്ച് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗേഷ്യസ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞ്. റേസ് യുവർ ഹാൻഡ് ദെൻ ആൻസർ. അറിയാവുന്നവർ വേഗം കൈ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പേര് വിളിച്ചോളാം. ഡൗട്ടാണോ? ചോദിച്ചോ. ഈ തെർമൽ എനർജി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ഇന്റർമോളിക്കുലർ ഫോഴ്സസ് നമ്മള് 4 പറഞ്ഞില്ലായിരുന്നു. അട്രാക്റ്റീവ് ഫോഴ്സുകൾക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനും അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മോളിക്യൂൾ. നമ്മൾ ഇവിടെ പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ 3 സ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. മറ്റേത് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അത് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിലുള്ളതാ പറഞ്ഞത്. യെസ്, ഇവിടെയും ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിലാണ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മോളിക്യൂൾ ആണ്. എന്തായാലും അട്രാക്റ്റീവ് ഫോഴ്സിന് അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ എന്തായാലും അട്രാക്ഷൻ കുറയും, ഡിസ്റ്റൻസ് കൂടും. ഓക്കെ, യെസ്, ആൻമരിയ പറഞ്ഞോ. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിന് എക്സാമ്പിൾസ് നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓക്സിജൻ. ദെൻ നെക്സ്റ്റ് ആര് പറയും? ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിച്ചോ നമുക്ക് ആവശ്യമുള്ളത്. അനിറ്റ. നൈട്രജൻ. പൂവാത്. എല്ലാരും പറയണം. നൈട്രജൻ തന്നെ പറയാൻ പറഞ്ഞു. ഹൈഡ്രജൻ. ഹൈഡ്രജൻ. യെസ്, ഇഷാര. ഹീലിയം നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല, ഗ്യാസ് ആയതുകൊണ്ട് പറഞ്ഞു. ഹീലിയം ഗ്യാസ് ആണ് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം. യെസ്,
നമ്മളിപ്പോ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷന്റെ സമയത്തോ എവിടെയെങ്കിലൊക്കെ ഹീലിയം ബലൂൺ ഒക്കെ ഇല്ലേ? യെസ്, എവിടെയെങ്കിലൊക്കെ ആവശ്യം വരും. യെസ്, അപ്പൊ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ട്. ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള എലമെന്റുകളാണ്, അതിന്റെ കറസ്പോണ്ടിങ് കോമ്പൗണ്ടുകളാണ്. ഗേഷ്യസ് സ്റ്റേറ്റിൽ കൂടുതലും നമ്മുടെ നേച്ചറിൽ ഗ്യാസ് ആയിട്ടാണ് കൂടുതലും എലമെന്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർമൽ കണ്ടീഷൻസിൽ ഗ്യാസസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകൾ എന്ന് പറയുന്നത് 11 എലമെന്റുകളാണുള്ളത്. നോർമൽ കണ്ടീഷൻസിൽ പീരിയോഡിക് ടേബിൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 11 എലമെന്റുകളാണ് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. യെസ്, ആ 11 എലമെന്റുകളുടെ പേര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. പറയാൻ പറ്റുമോ ഇല്ലയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആരെങ്കിലും ഒക്കെ ഒന്ന് കൈ നോക്കിയിട്ട് പറഞ്ഞു. കുറച്ച് എലമെന്റുകളുടെ പേര് പറയൂ. പീരിയോഡിക് ടേബിളില് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റുകളുടെ പേര്. യെസ്, ആൻമരിയ. 11 ഉണ്ടെന്ന് പറഞ്ഞു. 11 നിങ്ങൾ എത്തിച്ചാൽ മതി. യെസ്, പറഞ്ഞോളെ. നൈട്രജൻ, ഓക്സിജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇങ്ങനെ എഴുതിയാൽ മതി. നൈട്രജൻ എലമെന്റ് അല്ലേ? നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ ഇനി അടുത്തയാള്. ഇനി ഇതില് പറയാൻ പറ്റാത്തത് ആർക്കെങ്കിലും പറയാനുണ്ടോ? ആലോചിച്ച് നോക്ക്. ചുമ്മാ എന്നിട്ട് കാര്യമില്ല. പീരിയോഡിക് ടേബിൾ ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാലേ എലമെന്റുകളുടെ പേരൊക്കെ ഓർമ്മ വരുള്ളൂ. യെസ്, ഇഷാര. ഫ്ലൂറിൻ, കേട്ടില്ല മോളെ? ഫ്ലൂറിൻ, യെസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, കാർബൺ. കാർബൺ ഗ്യാസ് ആണോ? കാർബൺ സോളിഡ് ആണ് കേട്ടോ. യെസ്. ആർഗൺ, യെസ്. പിന്നെ ക്രിപ്റ്റോൺ ഉണ്ടോ? യെസ്, ക്രിപ്റ്റോൺ. സെനോൺ ഉണ്ടോ? സെനോൺ. അത്ര അറിയുള്ളൂ. റെഡോൺ, നിയോൺ. ആ ഫാമിലിയിലുള്ള എല്ലാവരും വരും. അപ്പൊ 11 1 2 3 4 5 6 7 8 9 10 11. യെസ്, മെയിൻലി ഇവരാണ് നോർമൽ കണ്ടീഷൻസിൽ. ബാക്കിയുള്ളവരെ നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് ആക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നോർമൽ കണ്ടീഷൻസിൽ 11 എലമെന്റുകളാണ് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നോർമൽ കണ്ടീഷൻസിൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, പിന്നെ 6 റെയർ ഗ്യാസസ്, ഹീലിയം ടു റെഡോൺ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, റെഡോൺ, സെനോൺ. യെസ്, സെനോൺ, റെഡോൺ. യെസ്, ഇതാണ് 11 എലമെന്റുകൾ. Then what are the general characteristics of gaseous states of matter? gaseous സ്റ്റേറ്റ്സിലുള്ള മാറ്ററിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നിമ പറഞ്ഞേ. What are the general characteristics of gaseous state of particle? First one. gaseous സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞേ. ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? ലൂസ്ലി പാക്ഡ്, പിന്നെ Yes, the particles are loosely packed. Then വോളിയം, വോളിയം ഉണ്ടോ? നോ വോളിയം, ഫിക്സഡ് വോളിയം ഉണ്ടോ? ഇല്ല. ഫിക്സഡ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതാം. നോ ഫിക്സഡ് ഷേപ്പ്. ആൻഡ് വോളിയം, they assume the volume and the shape of the container. These assume the volume and shape of the container. Yes, at the point. Perceive. ഇവരുടെ കംപ്രസിബിലിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലാണോ കുറവാണോ? ഹൈലി കംപ്രസിബിൾ ഓർ നോട്ട്? highly compressible. Yes, highly compressible. നമുക്ക് ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും. highly compressible. Yes, സോജു, ഡെൻസിറ്റി എങ്ങനെയാ? കുറവാണോ കൂടുതലാണോ? സോളിഡിനെയും ലിക്വിഡിനോടും കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? Yes, lower density. കാരണം യൂണിറ്റ് വോളിയത്തിലുള്ള മാസ് കുറവായതുകൊണ്ട് ലോവർ ഡെൻസിറ്റി.
than solids and liquids. സോളിഡ്സിനോടും ലിക്വിഡ്സിനോടും കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി എങ്ങനെയാണ്? കുറവാണ്. യെസ്. ഇനി ഇവർക്ക് വേറെ പോയിന്റും കൂടെ കൊടുക്കാം. ഇവര് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് എല്ലാ ഡയറക്ഷൻസിലും ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ ഒരു കുപ്പിക്കകത്ത് നമ്മൾ ഗ്യാസ് എടുത്തു, നമ്മൾ അതിനകത്ത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ചു ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല പ്രഷർ കിട്ടുന്നത്. എല്ലാ ഗ്യാസും അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും എങ്ങനെ തന്നെയായിരിക്കും? ഒരുപോലെ തന്നെയായിരിക്കും. ഗ്യാസസ് എക്സേർട്ട് പ്രഷർ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. ഗ്യാസസ് എക്സേർട്ട് പ്രഷർ equally in all directions. എല്ലാ ഡയറക്ഷനിലും അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. പിന്നെ ഗ്യാസിന്റെ വേറൊരു പ്രത്യേകത, അവർക്ക് ഈവൻ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഏത് പ്രൊപ്പോർഷനിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ എയർ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഗ്യാസസ് ഉണ്ട്. അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് കണ്ടോ, ഈ സ്ഥലത്ത് മുഴുവൻ ഹൈഡ്രജൻ ആണ്, ഈ സ്ഥലത്ത് മുഴുവൻ ഓക്സിജൻ ആണ്, അങ്ങനെയല്ല ഇരിക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ എങ്ങനെ ഇരിക്കുന്നത്? കംപ്ലീറ്റ് ആയിട്ടും അവർ ഈവൻലി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റും നമുക്ക് ആഡ് ചെയ്യാം. ഗ്യാസസ് മിക്സ് evenly and completely in all proportions without any mechanical aid. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് മെക്കാനിക്കൽ എയ്ഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് പൊക്കോളും? മിക്സ് ചെയ്ത് പൊക്കോളും. ഓക്കെ. ഇനി ഈ ഗ്യാസിനെ നമ്മൾ ഏറ്റവും സിംപിളസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇതിനെ ഏറ്റവും സിംപിളസ്റ്റ് വൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയേ. മാറ്ററിന്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ നമ്മൾ ഏറ്റവും സിംപിളസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? What is the reason? Why we say that gaseous state is the simplest state of matter? ആലോചിച്ച് നോക്കിയിട്ട് പറയാം. ഡെല്ല, ഞാൻ ഒരാളോട് പറയാണ് ഡെല്ല ഭയങ്കര സിമ്പിൾ ആന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശിക്കുന്നത്. ഡെല്ലയോട് തന്നെ ചോദിക്കട്ടെ, ഡെല്ല ഭയങ്കര സിമ്പിൾ ആണ് എന്ന് ഞാൻ വേറെ ഒരാളുടെ അടുത്ത് പോയി പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് എന്തായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഡെല്ല കോംപ്ലിക്കേറ്റഡ് അല്ല. ഡെല്ല കോംപ്ലിക്കേറ്റഡ് അല്ല. അങ്ങനെ എന്തോ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് ഒരുപാട് പറയാൻ എനിക്കറിയാം. ഡെല്ലക്ക് മനസ്സിലായത് ഡെല്ല പറഞ്ഞു ഒരുപാട്. പറയും. ഡെല്ലക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പറയും. ഡെല്ല ഭയങ്കര സിമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നിമ പറഞ്ഞ നിമ, ഡെല്ല ഭയങ്കര സിമ്പിൾ ആണെന്ന് ഞാൻ നിമയോട് പറഞ്ഞു. നിമയ്ക്ക് എന്താ മനസ്സിലായത്? നന്നായിട്ടാണോ അതോ ഭയങ്കര വലിയ ഡ്രസ്സൊക്കെ ഇട്ടോട് നടക്കുന്നാണോ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം അത്യാവശ്യം മേനക്കൊക്കെ നടക്കും. അതെന്തായാലും നടക്കണല്ലോ. പറയ. അഫ്ലാക്ക് തന്നെ അഫ്ലാ തോന്നുന്നേ. പറഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന ആളാണ്. ഭയങ്കര വലിയ ജാടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരാളൊന്നും അല്ല. ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ? നമുക്ക് കുറച്ചും കൂടി ഇടപഴകാൻ എളുപ്പം ഉള്ള ആളെന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും പറയുന്നത്.
ഭയങ്കര സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ആർക്കും വലിയ ദോഷവും ഇല്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ പോകുന്ന ഒരാളെന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ? അല്ലാണ്ട് ഭയങ്കര വലിയ ഗർവമില്ല, ഭയങ്കര വലിയ അഹങ്കാരം ഇല്ല, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഭയങ്കര സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാ പറയുന്നത്. യെസ്. അപ്പൊ ഇവിടെ നമ്മള് ഈ മാറ്ററിന്റെ 3 സ്റ്റേറ്റുകൾ നമ്മൾ എടുക്കുവാണെങ്കിൽ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസിനെ നമ്മൾ ഏറ്റവും സിംപിളസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നതിന്റെ റീസൺ എന്തായിരിക്കും? ഗ്യാസ് ഏറ്റവും സിംപിളസ്റ്റ് വൺ ആണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ റീസൺ? കാൽവിൻ. യെസ്, കാൽവിൻ ആദ്യം കൈവയ്ക്കായിരുന്നു, ഞാൻ മറന്നുപോയി. യെസ്, കാൽവിൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പാർട്ടിക്കിൾസിന്റെ ഒക്കെ കുറവാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. യെസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. നെഗ്ലിജിബിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമാണ് അവിടെ ഉള്ളൂ. യെസ്, ദേവിക എന്താ കൈവക്കിയേ? ഇല്ല ടീച്ചർ, അപ്പൊ റിയാക്ഷൻ പെട്ടെന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. യെസ്, റിയാക്ഷൻ പെട്ടെന്ന് നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. യെസ്, അത് തന്നെയാണ് കാര്യം. അതായത് നമുക്ക് സ്റ്റഡി ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ സോളിഡോ ലിക്വിഡോ ഒക്കെ എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്റ്റഡി ചെയ്യണമെങ്കിൽ ആദ്യം അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറച്ച് അതിൻ്റെ അകത്തുള്ള ആറ്റംസിനെയൊക്കെ നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ അത്രയും പണിയൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പം ഉള്ളത് ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനാണ്. മാറ്ററിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിനാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സ്റ്റഡീസ് ഒക്കെ നടത്താനായിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഏറ്റവും സിംപ്ലസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലോസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമ്മൾ ഗ്യാസ് ലോസ് എന്നാണ് പറയുന്നത്. ഗ്യാസ് ലോസ്. ഓക്കെ, അപ്പൊ എന്താണ് ഗ്യാസ് ലോസ്? നമ്മൾ നോർമലി ഒരു സബ്സ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവരെ പറ്റി പറയാനായിട്ട് പറ്റും? എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് അവരുടെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും? ഖദീജ, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്? ഗ്യാസസിന്റെ മെഷറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഖദീജ. ഗ്യാസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് പറയാൻ പറ്റും. യെസ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിൾ ആ. യെസ്, ദെൻ അത് ഏതെങ്കിലും ഒരു കുപ്പിക്കകത്ത് എടുത്ത് വെച്ചാൽ നമുക്ക് അതിന്റെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? വോളിയം. വോളിയം ആ കുപ്പിയുടെ ഷേപ്പ് തന്നെ ആയിരിക്കൂലേ? പറയാൻ പറ്റും. പിന്നെ ഷേപ്പും വോളിയം മാത്രമാണോ പറയാൻ പറ്റുള്ളൂ? ഫിദ, വേറെ എന്നൊക്കെ പറയാൻ പറ്റും? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ പറയാം. പിന്നെ ഏത് ടെമ്പറേച്ചറിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെയോ പ്രഷർ. യെസ്, പ്രഷർ പറയാനായിട്ട് പറ്റും. പിന്നെയോ പിന്നെ ഒരു കാര്യം കൂടെ പറയാലോ, മാസ് പറയാനായിട്ട് പറ്റും. മെയിൻലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മാസ് ഉണ്ട്, മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് മെയിൻലി ഉള്ളത് ഒന്ന് പ്രഷർ, പിന്നെ വോളിയം. നിങ്ങൾ PV എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് ഏത് ടേമാന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അതുകൊണ്ട് പ്രഷറിന് മുഴുവനായിട്ട് എഴുതിക്കോളൂ. പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് അവരുടെ മാസും നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്. അപ്പൊ എന്താണ് ഗ്യാസ് ലോസ് എന്നുള്ള കാര്യം നമുക്കറിയണം. ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the laws explains the relationship between the measurable properties of gases. ഈ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസുകൾ തമ്മിൽ ഉള്ള റിലേഷൻ, അതാണ് നമ്മൾ ഓരോ ലോ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ മെഷറബിൾ പ്രോപ്പർട്ടീസ് gases. Relation between measurable properties of gases is called gas laws. Gas laws. Okay. Gas laws. Okay. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലോസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്, എക്സാമ്പിൾ പറയാം. ഞാന്
ഒരു കുപ്പി എടുക്കുന്നു വിചാരിക്കാം. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഇതൊരു കുപ്പി. ഓക്കെ, ഏത് ഷേപ്പിലുള്ള കുപ്പി വേണമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കുപ്പിക്കകത്ത് ഞാൻ ഇത്രയും ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, O2 എന്ന് പറയുന്ന ഗ്യാസ് ഞാൻ ഇതിന്റെ അകത്ത് മുഴുവൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ അകത്തോട്ട് ഞാൻ മുകളിൽ നിന്ന് പ്രഷർ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. മുകളിൽ നിന്ന് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുവാണ്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഓക്സിജൻ ഗ്യാസിന്റെ വോളിയത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ ആലോചിച്ച് നോക്കിയിട്ട് പറയുക. ഗ്യാസ് ആണ്. ഗ്യാസിന്റെ അകത്തോട്ട് ഞാൻ മുകളിൽ നിന്ന് പ്രഷർ അപ്ലൈ ചെയ്യുവാണ്. നന്നായിട്ട് ഞാൻ പ്രഷർ കൊടുക്കുന്നുണ്ട്. പ്രഷർ കൊടുത്താൽ വോളിയം കുറയുവോ കൂടുവോ? അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. അറിയാവുന്നവര് കൈവക്കിക്കേ. പ്രഷർ കൊടുത്താൽ വോളിയം കുറയുവോ കൂടുവോ? നന്ദന? കുറയുവാണോ എന്ന് എന്നോട് ചോദിക്കണ്ട, കുറയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. കുറയുവായിരിക്കാം. നന്ദന ഇപ്പൊ നന്ദനയുടെ വീട്ടില് സോഫയിൽ ഇരിക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, നന്ദന ആ സോഫ സ്വന്തമായിട്ട് വെച്ചിട്ട് ഇഷ്ടം, അതിനകത്ത് ഒരു 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നന്ദന അതിനകത്ത് വിശാലമായിട്ട് അതിനകത്ത് കിടക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, നന്ദനയുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും വന്നു. ഓക്കെ, നന്ദനയോട് കുറച്ച് നീങ്ങിയിരിക്കാൻ പറഞ്ഞു. നന്ദന നീങ്ങില്ല എന്ന് പറഞ്ഞു. നന്ദന ആ ഫുൾ വോളിയത്തിൽ അവിടെ ഇരിക്കുവാണേ. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിൽ, വീട്ടിലല്ല സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് നീങ്ങിയിരിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പുറത്ത് നിന്ന് തള്ളത്തില്ലേ ആൾക്കാരെ? ഇല്ലേ? ചെറിയ ക്ലാസ്സിലെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലേ? ഇപ്പൊ ചെയ്യുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ്സിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പം സ്കൂളിലൊക്കെ ഓഡിറ്റോറിയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോയിരിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പത്തെ കാലത്ത് കസേരയോ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ എന്തായാലും ഇച്ചിരി സ്ഥലമല്ലേ ഉണ്ടാവുള്ളൂ. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ ബെഞ്ച് ഡെസ്ക് ഒക്കെ എനിക്ക് കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. ഇരിക്കാനുള്ള സ്ഥലമൊന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മളൊരു ബെഞ്ചിൽ പോയി ഇരിക്കുമ്പോഴത്തേക്ക് 4 പേർക്കൊക്കെ ആയിരിക്കും, 4 അല്ലെങ്കിൽ 5 പേർക്കായിരിക്കും കഷ്ടി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? ഈ 5 പേരിരിക്കുന്നിടത്താട്ട് ഒരാളും കൂടെ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നീങ്ങിയിരിക്കുന്നു പറയും ഇല്ലേ? എങ്ങനെയായാലും നമ്മൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് നമുക്കുള്ള സ്ഥലം നമ്മൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കും. അപ്പൊ ബാക്കിയുള്ളവരിയ്ക്കുന്ന ആ ഒരു സ്ഥലം നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഒരു ഫോഴ്സ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ആ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നന്ദനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, സോഫയിൽ ഇരുന്നു, ബ്രദർ വന്നു, അതിന്റെ അകത്തോട്ട് നന്ദനയ്ക്കാണെങ്കിൽ ഒരു പുഷ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നന്ദന സ്വാഭാവികമായിട്ടും ഇരുന്നിരുന്ന ആ വോളിയത്തിൽ നിന്ന് കുറച്ചൊന്ന് കുറയും, ഇല്ലേ? അങ്ങോട്ടേക്ക് അടുത്തു പോകും, ഇല്ലേ? അപ്പൊ നമ്മൾ ഏത് സ്പീഷീസ് ആണെങ്കിലും പ്രഷർ കൊടുത്താൽ ഷുവർ വോളിയം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുവാണോ കൂടുവാണോ ചെയ്യുന്നേ? ദേവിക, പ്രഷർ കൊടുത്താൽ വോളിയം എന്ത് ചെയ്യും? കുറയും. അത് ഗ്യാസ് ആണെങ്കിലും സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും പ്രഷർ കൊടുത്താൽ വോളിയം കുറയും. അത് ഗ്യാസിന്റെ കേസിൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന പ്രഷർ വോളിയത്തിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പം അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു ഗ്യാസിന് പ്രഷർ കൊടുത്താൽ അവിടെ വോളിയം എന്ത് ചെയ്യും? കുറയും. അപ്പൊ പ്രഷറും വോളിയവും തമ്മിൽ എങ്ങനെയാ പ്രപ്പോർഷണൽ ആണെന്ന് നമ്മൾ പറയുന്നത്? കരിഗോവിന്റെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. നമുക്ക് അറിയാവുന്ന ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ബോയിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ലോ ആക്കി അവിടെ കൊണ്ടുവച്ചു. ആ ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ബോയിൽസ് ലോ എന്ന് പറയും. ബോയിൽസ് ലോ. ഇനീഷ്യലി വോളിയം ഉണ്ടായിരുന്നു. യെസ്, നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ വോളിയം എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും. ഓക്കെ, V1 വോളിയം, അന്നേരത്തെ പ്രഷർ P1 ആണ്. നമ്മളൊരു പ്രഷർ താഴത്തോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു P2 പ്രഷർ കൊടുത്താൽ വോളിയം എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും. അതൊരു ലോ ആയിട്ട് ഒരു സയന്റിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ ലോയുടെ പേരെന്തായി? ബോയിൽസ് ലോ. ഇത്രേ പറയുന്നുള്ളൂ. പ്രഷർ ഈസ് inversely proportional to volume. Pressure which is inversely proportional to volume at constant temperature. At constant temperature. And a fixed mass of gas. Or a fixed mass
ഗ്യാസ് എടുക്കുന്നു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ പ്രഷറും വോളിയവും എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v or inversely proportional to v. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ടേം ആണ് K1. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K1. K1 into 1/v. K1 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പൊ വിനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, PV is equal to K1 which is equal to a constant. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ എഴുതാൻ പറ്റും. ഇനീഷ്യൽ പ്രഷർ P1 എന്നും ഫൈനൽ പ്രഷർ V1 എന്നും കൺസിഡർ ചെയ്താൽ ഇനീഷ്യൽ പ്രഷർ V1 എന്ന് കൺസിഡർ ചെയ്താൽ ഫൈനൽ പ്രഷർ P2 ആൻഡ് ഇനീഷ്യൽ വോളിയം V2. P1 V1 is equal to P2 V2 അല്ലെങ്കിൽ P1 by P2 is equal to P2 by V1. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയോ? P1 പ്രഷറും അതിന്റെ കറസ്പോണ്ടിങ് വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. P2 V2 എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, മാസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് അറ്റ് കോൺസ്റ്റന്റ് നമ്പർ ഓഫ് മോൾസ്. ദിസ് ലോ ഈസ് നോൺ ആസ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ. Boyle's law. Boyle's law. Yes. അങ്ങനെയാണെങ്കിൽ പ്രഷറും വോളിയവും റിലേറ്റ് ചെയ്യുന്ന യെസ് ദേവിക. ഈ K1 എങ്ങനെ P2 V2 അത് വന്നത് എങ്ങനെയാ? P1 V1 is equal to P2 V2 എങ്ങനെയാ വന്നേന്നാണ് ചോദിച്ചേ. അതായത് ഈ കുപ്പി നമ്മളിപ്പോ എടുത്തപ്പോഴത്തേക്കും ഇനീഷ്യലി അവിടെ ഒരു പ്രഷർ ഇല്ലേ മോളെ? ഇനീഷ്യലി ഒരു പ്രഷറിലാണ് ഈ V1 വോളിയം അവിടെ ഇരിക്കുന്നത്. ഇനീഷ്യൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം V1. അതിനുശേഷം നമ്മൾ പ്രഷർ കൂട്ടിക്കൊടുക്കുക. പ്രഷർ കൂട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും ഈ വോളിയം കുറയത്തില്ലേ? V1 വോളിയം പിന്നെ അവിടെ ഉണ്ടോ? ഇല്ല. വോളിയം ചേഞ്ച് ചെയ്തിട്ട് എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും. പ്രഷറും വോളിയം എങ്ങനെയാണെന്നാ പറഞ്ഞേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നിട്ട് അത് രണ്ടും കൂടെ നമ്മൾ അങ്ങോട്ട് ക്ലബ് ചെയ്തേ ഉള്ളൂ. അതാ ഞാൻ ഈ ഇക്വേഷൻ പറഞ്ഞു തന്നെ. ദേ നോക്കിക്കേ, V1 പ്രഷറിലുള്ള V1 വോളിയം കണ്ടോ, ഇവര് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. P2 പ്രഷറും V2 വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. P1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രഷർ, V1 ഇനീഷ്യൽ വോളിയം, P2 ഫൈനൽ പ്രഷർ, V2 ഫൈനൽ വോളിയം. Okay, teacher. Of a gas at a constant temperature, T occupying volume V1 at a pressure P1 undergoes expansion, so that volume becomes V2 and the pressure becomes P2. Then according to Boyle's law, the relation, അത് എന്തുകൊണ്ടാ റിലേഷൻ ഉണ്ടായേ? PV is equal to a constant എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ P1 V1 എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആണ്, P2 V2 എന്ന് പറഞ്ഞാലും ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. സോ P1 V1 is equal to P2 V2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? പ്രഷറും വോളിയവും കൂടെ ഒരു ഗ്രാഫ് വരച്ചേ മക്കളെ. ഇത് പ്രഷർ, ഇത് വോളിയം. പ്രഷർ ഇങ്ങോട്ടേക്ക് കൂടുന്നു, വോളിയം ഇങ്ങോട്ടേക്ക് കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ വോളിയം കൂടുവാണോ ചെയ്യുന്നേ, കുറയുവാണോ ചെയ്യുന്നേ? ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ. ഗ്രാഫ് വരച്ചേ. നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഷേപ്പ് ആണ് എനിക്ക് കിട്ടേണ്ടത്. ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? പ്രഷർ കൂടിയാൽ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. നസ്ര വരച്ച ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാ? നസ്ര കൈ കൊണ്ടൊന്ന് കാണിച്ച് എങ്ങനെയാ നസ്ര ഷേപ്പ് വരച്ച ഗ്രാഫിന്റെ? വരയ്ക്കാൻ പോകുന്നുള്ളൂ. എന്ത് ഇത്ര പെട്ടെന്ന് ചെയ്യാ നീമ? ബുക്കിംഗ് കാണിച്ചാ മതി. ബുക്ക് കാണിച്ചാ മതി നീമ. ആ ഇതെന്താ വരച്ച പെട്ടെന്ന് എല്ലാരും? ഇത് വരയ്ക്ക് എത്ര വലിയ താമസം എന്തുവാ? അഫ്ല
ബുക്ക് കാണിച്ചേ. ആ ഓക്കെ. ഡെല്ല ബുക്ക് കാണിച്ചേ. മുസ്തഫ വായിച്ചോണ്ടിരിക്കുന്നു. ഫർസീൻ പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. അപ്പൊ പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും, അല്ലെങ്കിൽ പ്രഷർ കൂടിയാൽ വോളിയം കുറയും. ഫർസീൻ കാണിച്ച ഫർസീനെ. ഓക്കെ. ഫിദ ശരി കൂടെ നീക്കി പിടിച്ചേ കാണാം. യെസ്. ഇതെന്താ എന്നിട്ട് കൂടിപ്പോയേ? കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ കൂടാൻ തുടങ്ങി. മേളോട്ട് കേറിപ്പോയി എന്ത് ചെയ്യും? യെസ് അനിറ്റ. ടീച്ചർ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് അറിയില്ല. യെസ് നോക്കിക്കേ മക്കളെ, വളരെ എളുപ്പല്ലേ. നോക്ക, പ്രഷർ കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? കുറയും എന്നാ നമ്മൾ പറഞ്ഞത്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അപ്പൊ പ്രഷർ കൂടുമ്പോ വോളിയം കുറയണം എന്നുണ്ടെങ്കിൽ വോളിയം ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. പ്രഷർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ വോളിയം കുറയണം. വോളിയം തേപ്പ് ഇങ്ങനെയും കുറഞ്ഞോളും. ഇങ്ങനെയൊക്കെ പോയി കുറഞ്ഞു പോയി. അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞു, താഴത്തോട്ട് വരുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ അത് നോക്കിയാലും മതി. പ്രഷർ കുറഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? കൂടും. കണ്ടോ, ഇവിടുന്ന് കൂടി വന്നു. ഇതാണ് ഗ്രാഫ് വരുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഒരിക്കലും ഇങ്ങനെ വരച്ചു വെക്കരുത് കേട്ടോ. അങ്ങനെ വരച്ചവരുണ്ട്, അങ്ങനെ വരയ്ക്കരുത്. അങ്ങനെ വരച്ചാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. റേഷ്യോ എടുത്തു കഴിയുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയി പോകും. യെസ്. അപ്പൊ പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ഒന്ന് വരച്ചേ. ഇത് നിങ്ങൾ വരയ്ക്കും, അത് ഉറപ്പാണ്. പാരാമീറ്റേഴ്സ് വരുന്നത് ഇവിടെ പ്രഷർ ആണേ, ഇവിടെ 1/v ആണ്. അപ്പൊ എന്തായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ്? പ്രഷറും 1/v എങ്ങനെയാ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ? പ്രഷർ 1/v. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും? പെട്ടെന്ന് വരയ്ക്കും. പ്രഷറും 1/v ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതേ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെ വരച്ചവര്. പ്രഷറും വിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, പ്രഷറും 1/v എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മള് ഡിഫറെന്റ് ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ടീച്ചർ ആദ്യത്തെ പറ്റ് പ്രഷറിന്റെ വോളിയത്തിന്റെ ഗ്രാഫ് ഈ മോളിൽ നിന്ന് താഴത്തേക്ക് വരയ്ക്കാമോ? അന്നേരം നമ്മുടെ മനസ്സിലുണ്ടാകണം പ്രഷർ താഴത്തോട്ട് വരുമ്പോൾ കുറയുവാണ്, അതുകൊണ്ട് വോളിയം കൂടി വരുന്നു എന്ന് നമ്മുടെ മനസ്സിൽ വേണം. യെസ്, ഇത് 200 Kelvin ടെമ്പറേച്ചർ. ഗ്രാഫിന് ചെറിയ വ്യത്യാസം ഉണ്ടോ? ഓരോ ടെമ്പറേച്ചറിലും ഗ്രാഫ് മാറുന്നുണ്ട് കേട്ടോ. വോളിയത്തിലെ വ്യത്യാസം വരും. 600 Kelvin. യെസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ പേജ് നമ്പർ എഴുതി വായിക്കാൻ പറ്റണമെങ്കിൽ പേജ് നമ്പർ 141 ഇതേ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇത് T1 ടെമ്പറേച്ചർ, ഇത് T2 ടെമ്പറേച്ചർ, ഇത് T3 ടെമ്പറേച്ചർ. ഓരോ ടെമ്പറേച്ചറിലും ഗ്രാഫിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു ഗ്രാഫ് വരച്ചാൽ ആ കിട്ടുന്ന ഈ കെർവിനെ നമ്മളൊരു പേര് പറയും, വിച്ച് ഈസ് നോൺ ആസ് ഐസോത്തോപ്പ്. ഈ ടൈം മറന്നു പോകരുത്.
അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമുക്ക് കിട്ടുന്ന ഡിഫറെന്റ് കർവുകൾക്ക് നമ്മൾ പറയുന്ന പേര്. ഈച്ച് കർവ് കറസ്പോണ്ട്സ് ടു ഡിഫറെന്റ് കോൺസ്റ്റന്റ് which is called isotherm. 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 Yes. Okay. So take the textbook, page number 141. Page number 141. Page number 141. അതില് sorry, ഇപ്പുറത്തെ പേജ് നോക്കിക്കേ, പേജ് നമ്പർ 140. പേജ് നമ്പർ 140. Yes. അവിടെ ബോയിൽസ് ലോ കൊടുത്തിരിക്കുന്ന കണ്ടോ? ബോയിൽസ് ലോ. ഫസ്റ്റ് അവിടെ ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്യാം. On the basis of his experiment, Robert Boyle reached to the conclusion that at constant temperature, the pressure of a fixed amount of gas varies inversely with its volume. This is known as Boyle's law. Then equation P proportional to 1 by V at constant temperature and number of moles. Then K1 constant at P is equal to K1 into 1 by V, where K1 is the proportionality constant. The value of constant K1 depends upon the amount of gas, temperature of the gas, and the units in which the P and volume are expressed. On rearranging the equation, PV is equal to K1. It means that at a constant temperature, product of pressure and the volume of a fixed amount of a gas is constant. If a fixed amount of a gas at a constant temperature T, occupying volume V1 at pressure P1 undergoes expansion, so that volume becomes V2 and the pressure becomes P2. Then according to Boyle's law, P1 V1 is equal to P2 V2 constant, or P1 by V1 P2 is equal to V2 divided by V1. Then 2 graph 5.5a. First graph pressure against volume and the second graph pressure against 1 by V. And the right side it is mentioned that the isotherm in the right side darken ചെയ്തു കൊടുത്തിരിക്കുന്ന കണ്ടോ? Isotherm. Each curve corresponds to different constant temperature and is known as isotherm. Constant temperature plot. ഓർത്തു വെച്ചോണം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമ്മൾ വരയ്ക്കുന്ന കർവിന് പറയുന്ന പേരാണ് isotherm. Okay, that's all about today. Okay, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും അതിന്റെ ബാക്കി, then ബാക്കിയുള്ള ലോസ്. ഓക്കെ, ആ ബോയ്ൽസ് ലോയ്ക്ക് മുമ്പ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5.1 ചാപ്റ്റർ തുടക്കത്തിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്താണ്, ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ട്, തെർമൽ എനർജി, ഇന്റർമോളിക്കുലർ ഫോഴ്സ് വേഴ്സസ് തെർമൽ ഇന്ററാക്ഷൻ, ഗേഷ്യസ് സ്റ്റേറ്റ്, പിന്നെ ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ്, ദെൻ ഗ്യാസ് ലോസ് എന്താണ് എന്നുള്ളത്. യെസ്, ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പൊ നാളത്തേക്ക് മുഴുവനായിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ. Yes, fine. Thank you, teacher.